സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകും. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതിനോട് ചേർത്ത് കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. ഇങ്ങനെ ഈ ഉലകത്തിൽ ജനിച്ചു വീണ ഒരു വ്യക്തി പോലും വെളിപ്പെടുത്തിയിട്ടില്ല, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. 6-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിലും ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പത്തെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ 4 രാജാക്കന്മാരെ ജയിച്ച് വരുന്ന അബ്രഹാമിനെ ശാലേം രാജാവായിരിക്കുന്ന മൽക്കിസദേക്ക്, അദ്ദേഹം രാജാവും പുരോഹിതനുമായിരുന്നു, അപ്പവും വീഞ്ഞും കൊണ്ട് എതിരേറ്റു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന്. ഭൂമിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ചെന്ന് ഓർഡർ എടുക്കുവാൻ കടന്നു വരുന്ന സപ്ലയർ എന്താണ് ആഹാരം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നാം പറയുകയാണ്, എനിക്ക് ജീവന്റെ അപ്പം വേണമെന്ന് പറഞ്ഞാൽ അവർ പറയും, ഇവിടെ അങ്ങനെ ഒരു അപ്പമില്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ആഹാര സാധനങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തും. ഒരു ഹോട്ടലിൽ ലഭിക്കുന്ന അപ്പമല്ല ജീവന്റെ അപ്പം, ഒരു തട്ടുകടയിൽ ലഭിക്കുന്ന അപ്പമല്ല ജീവന്റെ അപ്പം, ഒരു റെസ്റ്റോറൻറ്റിലും ലഭിക്കുന്ന അപ്പമല്ല ജീവന്റെ അപ്പം. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം, അത് യേശു ക്രിസ്തുവാണ്. ഭൂമിയിൽ പാർക്കുന്ന ജനം, പാപത്തിൽ വീണുപോയ ജനം, ആദാമ്യ സന്തതി പാപത്തിൽ വീണുപോയി. ആ ജനത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ജീവന്റെ അപ്പമായി വെളിപ്പെട്ട ക്രിസ്തു, അല്ലെങ്കിൽ ഏതെനിൽ നഷ്ടപ്പെട്ടു പോയ ജീവനെ മടക്കി തരുവാൻ യേശു ക്രിസ്തു ജീവന്റെ അപ്പമായി ഈ ഭൂമിയിലേക്ക് രംഗപ്രവേശനം ചെയ്തു എന്ന് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഏദെൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ നിത്യജീവനാണ് നഷ്ടപ്പെട്ടു പോയത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവസൃഷ്ടിച്ച മനുഷ്യനെ ദൈവമുണ്ടാക്കി ഏദെൻ തോട്ടത്തിലാക്കി. ദൈവം പ്രമാണം കൊടുത്തു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷേ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. മനുഷ്യനേകനായിരുന്നു, തക്ക തുണയെ ദൈവം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം വെച്ചിരുന്ന പ്രമാണം ഒരു തെറ്റിച്ചു. ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് ഭക്ഷിച്ചു. അതുവരെ മനുഷ്യൻ ദൈവ തേജസ്സിനാൽ മൂടപ്പെട്ടിരുന്നു. ആ ഒരു നിമിഷം ദൈവ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ്, അല്ലെങ്കിൽ നിത്യമായി ജീവിച്ചിരിക്കേണ്ട മനുഷ്യനിലേക്ക് മരണം കടന്നു. മരണമുള്ളവനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചതെങ്കിലും അവരിൽ സംഭവിച്ച അവിശ്വാസം, ലംഘനം, അതിലൂടെ അവരിലേക്ക് മരണം കയറിക്കൂടി. അപ്പോൾ മനുഷ്യൻ മരണകരമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു.
അങ്ങനെ ആദാം സന്തതി പാപത്തിൽ ജനിക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. അതിനൊരു മാറ്റം വരുത്തുവാനാണ് ക്രിസ്തു ജീവന്റെ അപ്പമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഏദനിൽ സംഭവിച്ച പാപം, ഏദൻ തോട്ടം നഷ്ടപ്പെട്ടോ? ഏദൻ തോട്ടം നഷ്ടപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനെ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ ജീവന്റെ അപ്പമായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ആ കർത്താവ് അതുകൊണ്ടാണ് വെളിപ്പെടുത്തിയത്, ഞാൻ ജീവന്റെ അപ്പമാവും. ആ ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവ് തൻ്റെ അടുക്കൽ വന്ന ജനത്തോട് വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലാണ്, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, കാരണം ഞാൻ ജീവന്റെ അപ്പമാണ്. മനുഷ്യരിലേക്ക് കടന്നു വന്ന ശാപം ഏദൻ തോട്ടത്തിൽ അത് സംഭവിച്ചു. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ സ്ത്രീയിലേക്ക് ആ ശാപം കടന്നു വന്നു. സ്ത്രീയോട് കൽപ്പിച്ച്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നിവേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അതങ്ങനെ തന്നെ സംഭവിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം. മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും മുളച്ചു വരും, പൊടിയിലേക്ക് ചേരുവോളം മുഖത്തെ വിയർപ്പ് കൊണ്ട് ഉപജീവനം കഴിക്കും. അപ്പോൾ സ്ത്രീയും പുരുഷനും ശാപകാരണമായി തീർന്നു. അതേപടി സംഭവിച്ചുകൊണ്ടേയിരിക്കും. സ്ത്രീയോടുള്ള ബന്ധത്തിൽ, പുരുഷനോടുള്ള ബന്ധത്തിൽ അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. അവർ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. മുള്ളും പറക്കാരെ ഭൂമിയിൽ മുളച്ചു. മുള്ളുവേദനയാണ്. അപ്പോൾ അതുവരെ മുള്ളും പറക്കാരെയും ഇല്ലായിരുന്നു. മനുഷ്യരിലേക്ക് കടന്നു വന്ന അനുസരണക്കേട്, അവൻ്റെ വീഴ്ച, അത് നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. മുള്ളും പറക്കാരെയും സൂചിപ്പിക്കുന്നത് ആ പാപം ചെയ്ത് കഴിഞ്ഞ ഉടനെ ഭൂമി ശപിക്കപ്പെട്ടു, മനുഷ്യർ സ്ത്രീ ശപിക്കപ്പെട്ടു. മുള്ളും പറക്കാരെ സൂചിപ്പിക്കുന്നത് കഷ്ടവും സങ്കടവും വേദനയും കണ്ണുനീരും പകയും പിണക്കവും വിദ്വേഷവും ജാരസംഖ്യയും ദ്വന്ദ്വവശവും കൊലയും കൊള്ളിവെപ്പും മോഷണവും പിടിച്ചുപറിയും ചതിവഞ്ചനയും എല്ലാം ഭൂമിയിലേക്ക് കടന്നു. അത് അവന് ജനിച്ച മക്കൾ ഖൈൻ ഹാബീൽ. ഖൈൻ തൻ്റെ സഹോദരനെ കൊന്നു. വേദന, പാപം, ദുഷ്ടത പെരുകി. ഭൂമിയിൽ ശാപ കാരണമായി തീർന്നു. പാപനോട് പറഞ്ഞ കാര്യം എന്താണ്? 3-ാം അധ്യായം 14-ാം വാക്യം. പാപം ശപിക്കപ്പെട്ടു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ഇതെല്ലാം നിമിത്തം മനുഷ്യന് ആ നിത്യമായിരിക്കുന്ന ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. മനുഷ്യന് നിത്യജീവൻ നഷ്ടപ്പെട്ടു.
അവനിൽ ഉണ്ടായിരുന്ന ദൈവവുമായിട്ടുള്ള ആഴമായ സമാധാന ബന്ധം നഷ്ടപ്പെട്ടു പോയി. ദൈവമായിട്ടുള്ള കൂട്ടായ്മ അവന് നഷ്ടപ്പെട്ടു. കാരണം ഏതേൻ തോട്ടത്തിൽ പാർക്കുന്ന കാലഘട്ടത്തിൽ ദൈവം വെയിലാറുമ്പോൾ തോട്ടത്തിൽ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഓടിയെടുക്കും. എന്നാൽ പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ ആ ഒരു അവസ്ഥയുടെ നടുവിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഇറങ്ങി വന്ന ശബ്ദം കേട്ടപ്പോൾ ഓടി അടുത്തു വരേണ്ട മനുഷ്യൻ ഓടി അകന്നു. മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട മനുഷ്യൻ മരങ്ങൾക്കിരകൾക്ക് മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധ കൂട്ടായ്മ മനുഷ്യനും നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ നിത്യജീവനിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുവരുവാൻ ദൈവമായ ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി. ആ കർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ജീവന്റെ അപ്പമായിരിക്കുന്ന കർത്താവ് തന്നിമിത്തം മനുഷ്യൻ തോട്ടത്തിന് പുറത്ത്. വെളിപ്പാട് പുസ്തകം 3:1 ഒരു വാക്യമുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുണ്ട്, പക്ഷേ കർത്താവ് പറയുകയാണ്, നിനക്ക് ജീവനുണ്ടെങ്കിൽ നീ മരിച്ചവൻ. കാരണം ജീവനുണ്ട്, പക്ഷേ നിത്യജീവൻ അവനില്ല. യേശു ക്രിസ്തുവിലൂടെ ഒരു നിത്യജീവന് നീ ഉടമയായിരിക്കണം. അത് നൽകുവാനാണ് കർത്താവ് ജീവന്റെ അപ്പമായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. വെളിപ്പാട് 3:1 സഭയ്ക്ക് കൊടുക്കുന്ന ദൂത എല്ലാം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, പക്ഷേ ജീവന്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തു അവനിലില്ല. അപ്പോൾ ജീവന്റെ അപ്പമായിരിക്കുന്ന യേശു ഇല്ലാത്ത സകലരും ജീവനുണ്ടെങ്കിൽ മരിച്ച അവസ്ഥയിലൂടെ കടന്നു പോകും. ആരിലൂടെയാണ് ഈ മരിച്ച അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകേണ്ടത്? അല്ലെങ്കിൽ ആരിലൂടെയാണ് മരിച്ച അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നത്? യേശു ക്രിസ്തുവിലൂടെ. മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിലൂടെ. കാരണം യേശു ജീവന്റെ അപ്പം. അപ്പോൾ നിത്യജീവൻ എങ്ങനെ നേടിയെടുക്കാം? ജീവന്റെ അപ്പമായി ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നതിലൂടെ നമുക്കത് നേടിയെടുക്കാം. അതെങ്ങനെയാണ്? ക്രിസ്തുവിൽ നീ ആയിത്തീരണം. കർത്താവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്നതിലൂടെ, കർത്താവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കണമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു അനുഭവം. ആ ഒരു അനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതൽ വരുമ്പോൾ, ഒരു വ്യക്തി വരുമ്പോൾ, അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. മാനസാന്തര രക്ഷ, വീണ്ടും ജന്മം. അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ നിത്യമരണത്തിനുള്ളവനല്ല, അവന് നിത്യജീവനുള്ളവനാണ്. രണ്ട് നിത്യതയെക്കുറിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തും. ഒന്ന് നിത്യമായിരിക്കുന്ന നരകം, പിശാചിനും അവൻ്റെ കൂട്ടാളികൾക്കും ദൈവമൊരുക്കിയിരിക്കുന്ന നിത്യ നരകം. രണ്ട് നിത്യ സ്വർഗമാണ്. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ അത് ലഭ്യമായി തീരൂ. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു ക്രിസ്തുവിൻ്റെ നാമം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അപ്പോൾ യേശുവിലൂടെ മാത്രമേ ആ നിത്യമായിരിക്കുന്ന സ്വർഗീയ ഭവനം
ലഭ്യമായി തീരുകയുള്ളൂ. അത് ജീവൻ്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തുവിൽ ആയിത്തീരുന്നതിലൂടെ. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു, കർത്താവിൻ്റെ വകയായിത്തീർന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ക്രിസ്തുവിലായി തീർന്നു കഴിഞ്ഞാൽ ആ ക്രിസ്തു എന്ന ജീവന്റെ അപ്പത്തെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ പാർക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് സകലതും ലാഭമാണ്. ഏത് മേഖലയെടുത്താൽ, കഷ്ടമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷ വേളകളാണെങ്കിലും അതെല്ലാം ക്രിസ്തുവിലായി തീർന്ന ഒരു ദൈവത്തിന് ലാഭമാണ്. അത് അടിയേറ്റാലും നിന്നയേറ്റാലും പരിഹാസമേറ്റാലും ദുഷികൾ നിരന്തരം കടന്നു വന്നാൽ, വേർപാടിൻ്റെ വേദനകൾ കടന്നു വന്നാൽ, ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നാൽ, ഇനിയിപ്പോൾ മരണം കടന്നു വന്നാലും പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ, ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവന്റെ അപ്പമായിരിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ഉള്ളിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുകയാണ്, എൻ്റെ മരണം എന്ന് പറയുന്നത് എനിക്ക് ലാഭമാണ്. കാരണം ആ ക്രിസ്തുവിലൂടെ ഒരു നിത്യജീവനിലേക്കാണ് പൗലോസ് പ്രവേശിക്കുന്നത്. കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, പകയില്ല, പിണക്കമില്ല, വിദ്വേഷമില്ല, ജാരശങ്ക, ദ്വന്ദ്വപക്ഷമില്ലാത്ത നിത്യ ആനന്ദം കൊണ്ട് നിറയപ്പെട്ട ഒരു ഭവനത്തിലേക്ക് പൗലോസ് ചേർക്കപ്പെട്ടു. അതുകൊണ്ട് അതിന് ലാഭമാണ്, മരണം ലാഭം. കർത്താവിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് പാലും തേനും ഒഴുകുന്ന കനാനിലേക്കുള്ള യാത്രയിൽ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി അവർ ദൈവത്തോട് മോശയിലൂടെ അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന കൊടുത്തു. പ്രധാന വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6:31. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം ദൈവജനത്തിന്, ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്ത് അവരെ പോഷിപ്പിച്ചു. ആ മന്നയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 16:33 അത് കൊത്തമ്പല്ലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോട് ഒത്ത രുചിയുള്ളതുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് 16:35 അവർ 40 വർഷം ഈ മന്ന ഭക്ഷിച്ചു. അവരാ മന്നയെ 40 വർഷം ഭക്ഷിച്ചു. മരുഭൂമിയിൽ അവരെ ദൈവം പോഷിപ്പിച്ചു, അവർക്ക് വേണ്ടത് നൽകി. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവർ ഇതിനെ നിസ്സാരമെന്ന് പറഞ്ഞു. ഈ ആഹാരം എന്താണ്? നിസ്സാരമെന്ന് പറഞ്ഞു. ഇത് നിസ്സാരമായിരിക്കുന്ന ആഹാരം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6:41 നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇപ്പോൾ പിതാക്കന്മാർ മന്ന കഴിച്ചുവെങ്കിൽ അവർ മരണത്തിന് കീഴ്പ്പെട്ട് മാറ്റപ്പെട്ടു. ക്രിസ്തു പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എന്നാൽ ജീവിക്കും. മരുഭൂമിയിൽ മന്ന കൊടുത്ത് അവരെ പോഷിപ്പിച്ചു. അത് ക്രിസ്തുവിന് നിഴലെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ആ മന്ന മഞ്ഞിൽ പൊതിഞ്ഞായിരുന്നു കൊടുത്തുവെങ്കിൽ സാക്ഷാൽ മന്നയായിരിക്കുന്ന ക്രിസ്തു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞുകൊണ്ട് ഇഹലോകത്തിലേക്ക് ഇറങ്ങി ജീവന്റെ അപ്പമായി. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. താൽക്കാലികമായി ഒരു മരണത്തിലൂടെ കടന്നുപോയാൽ മരണത്തിനപ്പുറമായ ഒരു നിത്യ ജീവനിലേക്ക്
ഒരു ദൈവ പൈതലും പ്രവേശിക്കുകയാണ്. എന്നെ തിന്നുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ക്രിസ്തുവിൻ്റെ വാക്കുകൾ. ജീവന്റെ അപ്പമായ കർത്താവ് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ അവനിൽ, ആ മനുഷ്യൻ ക്രിസ്തുവിൽ ആയിരിക്കും. ഇന്ന് നീ ക്രിസ്തുവിലാണോ? ക്രിസ്തു നിന്നിലുണ്ടോ? നമ്മളതിനെ പരിശോധിക്കേണ്ട ആവശ്യമാണ്. അങ്ങനെ ഒരു വ്യക്തിയായി തീർന്നിട്ടുണ്ടെങ്കിൽ അവനിൽ നിത്യജീവനുണ്ട്. അവൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു. കാരണം അവൻ ക്രിസ്തുവിൽ ജനിച്ചു. ക്രിസ്തു അവൻ്റെ ഉള്ളിലുണ്ട്. ക്രിസ്തുവിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ മരണമെന്ന് പറയുന്നത് ക്രിസ്തുവിൽ മരിക്കുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൽ ദൈവത്തിൽ മറന്നിരിക്കും. ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതായത് ക്രിസ്തുവിലായി തീർന്ന ഒരു മനുഷ്യൻ മരണത്തിന് കീഴ്പ്പെട്ടാലോ അവൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയപ്പോൾ കർത്താവ് തന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരെയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കി ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജീവനപ്പമായ ക്രിസ്തുവിനെ ഭക്ഷിച്ചൊരു വ്യക്തിയാണ്. ആ ക്രിസ്തു ക്രൂശ് മരണത്തോടടുക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി അന്ത്യ അത്താഴം എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു പ്രത്യേക ശുശ്രൂഷ മാളിക മുറിയിൽ അവർക്ക് അപ്പം കൊടുത്തു, വീഞ്ഞു കൊടുത്തു. ഇതെൻ്റെ ശരീരമെന്നും ഇതെൻ്റെ രക്തമെന്നും വെളിപ്പെടുത്തി. പൗലോസ് ലേഖനം എഴുതുമ്പോൾ കർത്താവിൻ്റെ മേശയെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. ദൈവമക്കൾ കൂടി വരുമ്പോൾ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തെ ഓർക്കുന്ന അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കും. അത് എത്രമാത്രം വിശുദ്ധിയോടെയാണ്, എത്രമാത്രം വെടിപ്പോടെയാണ് നമ്മളത് ചെയ്യുന്നത്. ജീവൻ്റെ അപ്പമായ കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ കാൽവറിയിൽ തന്നതിൻ്റെ ഓർമ്മയെ പുതുക്കിക്കൊണ്ട് അപ്പവീഞ്ഞുകൾ നമ്മൾ ഭക്ഷിക്കും. കർത്താവെ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് നീ എനിക്ക് വേണ്ടി മരിച്ചു എന്ന നിശ്ചയത്തോടെ ഉറപ്പോടെ അത് ഭക്ഷിക്കും. അത് വിശുദ്ധിയോടെ വെടിപ്പോടെ നിർമ്മല ഹൃദയത്തോടെ ദൈവഭയത്തോടെ ഭക്തിയോടെ അത് ഭക്ഷിക്കും. നമുക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു ജീവിതം അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വരവരെയും നമ്മളത് തുടരുകയാണ്. ജീവൻ്റെ അപ്പമായ കർത്താവ്, ആ കർത്താവ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിലെ നീ ജീവിക്കും. നീ നിത്യമരണത്തിനുള്ളവനല്ല, അല്ലെങ്കിൽ രണ്ടാം മരണത്തിനുള്ളവനല്ല, രണ്ടാം മരണത്തിനുള്ളവളല്ല. കാരണം ഉള്ളിൽ ഈ ജീവന്റെ ഉടയവനായ കർത്താവുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ജീവന്റെ അപ്പം ഒരാളെ ഉള്ളൂ, അത് യേശുവാണ്. ആ യേശുവിനെ രക്ഷകനെ കർത്താവായി സ്വീകരിച്ച് ആ കർത്താവിന് വേണ്ടി നിലനിന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ചേർക്കപ്പെടുക. നമ്മളെ തന്നെ ഒരുക്കാൻ, നമ്മളെ തന്നെ വിലയപ്പെടുത്താം. എൻ്റെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.